നമസ്കാരം. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ഒരുപാട് പ്രതീക്ഷയോടെ. ഇപ്പോൾ 2024 ഓൾറെഡി ഒരുപാട് പേര് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് 2024 ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാനുള്ള പല പല സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. 2023 വരെ നിങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നോ അതൊക്കെ തന്നെയാണ് ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്രയും കാലം പോയ പോലെ ജീവിതം ഇനിയും പോകത്തുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് തന്നെയാണ് നിങ്ങൾ ഓരോ ചുവടും ഇക്കണ്ട കാലം എത്രയും എടുത്തത് അല്ലേ. അപ്പം ആ എടുത്ത ഓരോന്നും ശരിയാണെന്ന് വിചാരിച്ച് തന്നെയാണ് നിങ്ങൾ ചെയ്തത്. എന്നിട്ടും നിങ്ങൾ ശരിയാണെന്ന് വിചാരിച്ച കാര്യം നിങ്ങളെ തുണച്ചോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനകത്തല്ല, എടുത്ത തീരുമാനത്തെ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. തീരുമാനം എടുക്കാൻ ആർക്കും പറ്റും, ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആർക്കും പറ്റും. പക്ഷെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന കാര്യം, പഠിപ്പിക്കുന്ന കാര്യം അതേ അളവിൽ ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം കൊണ്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം മനസ്സിലാക്കേണ്ടത് സക്സസ് പുറത്തല്ലിരിക്കുന്നത്. നിങ്ങളുടെ കാറോ വീടോ ജോലിയോ ബന്ധങ്ങളോ ഒന്നുമല്ല നിങ്ങളുടെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങളുടെ സക്സസ് നിങ്ങളിലാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളിലാണ്, നിങ്ങളുടെ ആയുസ് നിങ്ങളിലാണ്. യെസ്. അപ്പോൾ എക്സിസ്റ്റൻസ് എന്താണെന്ന് അറിയാത്തൊരു വ്യക്തി പുറത്തുള്ള ഫാക്ടറിനനുസരിച്ചാണ് അവൻ്റെ എക്സിസ്റ്റൻസ് പോലും വിചാരിച്ച് വെക്കുന്നത്. അതിൻ്റെ മൂലകാരണം അവർക്കറിയില്ല, അറിവില്ലായ്മ തന്നെയാണ്. അപ്പോൾ വീട് വെക്കാനും കാറ് വാങ്ങാനും ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്ന വ്യക്തി ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റുമോ? ഈ വീട് വെക്കാനും കാറ് വാങ്ങാനും ജീവനോട് ഉണ്ടാകുമോ എന്ന പോസിബിലിറ്റിയും അതിൻ്റെ ഉറപ്പില്ലായ്മയും കൊണ്ട് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നു. ഓക്കെ, അവസാനം നിങ്ങൾക്കൊരു നല്ല കാലം വരും, പക്ഷെ അനുഭവയോഗമില്ലാതെ നിങ്ങൾ നോക്കിയാൽ മതി. ഞാനതിൻ്റെ ബാക്കി പറയുന്നില്ല. നിങ്ങൾ കണ്ടേക്കുന്ന വ്യക്തികളിൽ ഒരുപാട് ആൾക്കാരിൽ അവർക്കൊരു നല്ല കാലം വരുമ്പം അത് അനുഭവിക്കാതെ യോഗമില്ലാതെ അവർ മരിച്ചു പോവുക, അല്ലാതെ അവർക്ക് അസുഖം ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്നറിയോ? നിങ്ങൾ വിചാരിച്ച് വെച്ചേക്കുക നിങ്ങളുടെ സുരക്ഷിതത്വം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരുപാട് ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജൻസീസ് ഒക്കെ ആയിക്കോട്ടെ, ലൈഫിനൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ലൈഫിനൊരു ഗ്യാരണ്ടി ഇല്ല. ഈ ഗ്യാരണ്ടി ഇല്ലായ്മ, ഈ ലൈഫിനൊരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് നിങ്ങളെ സബ് കോൺഷ്യസ്ലി പ്രോഗ്രാം ചെയ്ത് അവരിലാണ് ഗ്യാരണ്ടി, അല്ലെ പണത്തിനകത്താണ് ഗ്യാരണ്ടി എന്ന മിഥ്യാധാരണയിൽ പലരും പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ അതിനേക്കാൾ ഗ്യാരണ്ടി ഉള്ള കാര്യം കൊണ്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ അമിത വിശ്വാസി, ഇപ്പം റിലീജിയസ് ആയിട്ട് സംസാരിക്കുന്ന ആളുടെ അടുത്ത് ഞാൻ ഒരു എത്തിസ്റ്റായിട്ട് സംസാരിക്കും. നേരെ മറിച്ച് എത്തിസം പറയുന്ന ആളുടെ അടുത്ത് ഞാൻ ഒരു സ്പിരിച്വൽ റിസർച്ചായിട്ട് സംസാരിക്കും. കാരണം ഇത് രണ്ടുപേരും അന്ധമായ വിശ്വാസത്തിലാണ് പോകുന്നത്, അല്ലാതെ ആക്ച്വൽ ഫാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ല. അപ്പോൾ ആക്ച്വൽ ഫാക്റ്റ് ഇത് തന്നെയാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? അതും ഒരു അന്ധവിശ്വാസമല്ലേ? വിശ്വാസം വേണ്ട, അനുഭവം മതി. ഇപ്പോൾ പലയിടത്തും ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാനിവിടെ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനകത്ത് തന്നെ പലരും പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്നാണ്. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും വിശ്വസിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് ഉറപ്പില്ലാതെ എന്തിനാണ് വിശ്വസിക്കുന്നത്? അറിയാവുന്ന കാര്യത്തിൽ എന്തിനാണ് വിശ്വസിക്കുന്നത്? ഇപ്പം എൻ്റെ അച്ഛൻ അതാണ് എന്ന് നിങ്ങളായാലും വിശ്വസിക്കുകയാണോ? അല്ലല്ലോ, നിങ്ങളുടെ ഉറപ്പല്ലേ. ആ ഒരു ഉറപ്പാണ് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ലൈഫിനെക്കുറിച്ചും ഉണ്ടാവേണ്ടത്. എങ്ങനെ? ത്രൂ നിങ്ങളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അത് അപ്പുറത്തെ ബാലൻചേട്ടൻ പ്രവർത്തിക്കുന്ന അനുസരിച്ചല്ല തങ്കപ്പച്ചേട്ടൻ പ്രവർത്തിക്കുന്നത്. ഐ മീൻ ദ വർക്കിംഗ് ഓഫ് ദ സോൾ, ഈച്ച് വൺ ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ബാലൻചേട്ടനെ കണ്ട് തങ്കപ്പച്ചേട്ടൻ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം അത് വേറെ, ഇത് വേറെ, അതിൻ്റെ പർപ്പസ് വേറെ അല്ലേ. ഓരോ വ്യക്തികൾക്കും ഓരോ പർപ്പസാണ് അല്ലേ. അപ്പം അത് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി അവനവനിൽ ചെയ്യേണ്ട മാറ്റങ്ങൾ അവനവൻ ചെയ്തെങ്കിലേ ഉള്ളൂ അവനവൻ ഉയർച്ച ഉണ്ടാകുള്ളൂ എന്ന സത്യം മനസ്സിലാക്കുക. അതല്ലാതെ
ഈ ലോകത്തുള്ള നിങ്ങളുടെ കണ്ണിന് പുറത്തുള്ള ഏതോ കാര്യത്തിനകത്താണ് നിങ്ങളുടെ സുരക്ഷയെങ്കിൽ അത് നിങ്ങളുടെ വെറും മിഥ്യാധാരണ മാത്രമാണ്. അങ്ങനൊരു സുരക്ഷയില്ല. നേരെ മറിച്ച് സോളിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനെ ഏത് രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ മെറ്റീരിയലിസ്റ്റിക്കലി ഓർ സ്പിരിച്വലി എങ്ങനെ എലിവേറ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ ജന്മം മൊത്തം നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കും. ഈ ജന്മം നിങ്ങളുടെ കൈവെള്ളയിലിരിക്കും. അല്ല ഒരു വർഷമോ മാസമോ ഒന്നുമല്ല, നിങ്ങളുടെ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീമോ അല്ല നിങ്ങളുടെ സന്തോഷത്തിൽ നിർണ്ണയിക്കുന്നത്. ഈ ജന്മമടക്കം സുഹൃതം എന്ന് കേട്ടില്ലേ, സുഹൃതം. ബിക്കോസ് അൾട്ടിമേറ്റ്ലി അകത്തിരിക്കുന്ന ഡിവൈസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അറിഞ്ഞ് ഉപയോഗിക്കുക. അപ്പോൾ 2024 നിങ്ങളുടെ കൈവെള്ളയിൽ വേണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ജീവിതത്തിനകത്തൊരു മാറ്റം വേണോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൃത്യമായി റീപ്രോഗ്രാം ചെയ്യൂ. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ നിങ്ങളെ റീപ്രോഗ്രാം ചെയ്യൂ. നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് പുകയും ആവശ്യമില്ലാത്ത മാലിന്യങ്ങളും എല്ലാം ചേർത്ത് വെച്ചൊരു സാധനത്തെ അതുപോലെ നിലനിർത്തിയിട്ട് നിങ്ങളൊരു ഗോളിന് വേണ്ടി കിടന്ന് പരിശ്രമിക്കുന്നതുകൊണ്ടാണ് ഒരു ഗോളും അച്ചീവ് ആവാത്തത്. നേരെ മറിച്ച് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സോൾ അല്ലെങ്കിൽ എന്ത് വല്ലതും വിളിക്കും, ഒരു എനർജി എന്ന് നമുക്ക് വിളിക്കാം അല്ലേ. ഇപ്പം നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന ഈ എനർജി. അപ്പോൾ ഈ എനർജിയിലാണ് എന്തിരിക്കുന്നത്? നിങ്ങളുടെ ആരോഗ്യം, ആയുസ്, അബണ്ടൻസ്. അപ്പോൾ 3 ഫാക്ടേഴ്സ്, പ്രധാനപ്പെട്ട 3 ഫാക്ടേഴ്സ്. ഇനി അതിൽ തന്നെ നമ്മൾ പണ്ട് കൊച്ചുകൂടെ പഠിപ്പിക്കുന്ന രീതിയിലൊന്ന് ബ്രാഞ്ച് പോലെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആരോഗ്യത്തിനെ എടുക്കാം. ആരോഗ്യത്തിന് 4 ഘടകങ്ങളാണ്: മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത്. ഓക്കെ. അപ്പോൾ ഇത് ഒരു ഡിവൈസിൻ്റെ ഒരു എക്സിസ്റ്റൻസിൻ്റെ ഒരു ഫാക്ടറിൻ്റെ 4 ഘടകങ്ങൾ. ഓക്കെ. ഇനി അതിലൊരു ഫാക്ടർ എടുക്കുക, ഫിസിക്കൽ ഹെൽത്ത്. പെട്ടെന്ന് ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതാണല്ലോ. കണ്ണ്, മൂക്ക്, വായ, കയ്യ്, ഹേർട്ട്, ലങ്സ്, പാൻക്രിയാസ്. അതായത് ഓരോ ഡിവൈസിനും അസുഖം ഉണ്ടാവുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഈ പുറമേയുള്ള നിങ്ങൾ ഏറ്റവും വെളിയിലോട്ട് വന്നേക്കുന്ന ഒരു ഓർഗൻ ഉണ്ടാവുന്ന ഒരു ഡിഫക്റ്റ്. ഓക്കെ. അപ്പോൾ ആ ഡിഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട് എവിടെയാണ്? അത് ഏതിൻ്റെ ഭാഗമാണ്? ഒരു എനർജിയുടെ ഭാഗമായ മെറ്റാഫിസിക്കലായിട്ടുള്ള ഒരു എനർജിയുടെ ഡിപ്ലീഷൻ കാരണം ഉണ്ടായേക്കുന്ന ഒരു പ്രോബ്ലം. സാധാരണ ആൾക്കാർ എന്താ ചെയ്യണേ? ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ണു വയ്യ അല്ലേ, അല്ലെ അറ്റാക്ക് വന്നല്ലേ, അത് റെക്ടിഫൈ ചെയ്യാനാണ് നോക്കണേ. നമ്മുടെ മോഡേൺ സൊസൈറ്റി, സയൻസ് എല്ലാം ഉണ്ടായ പ്രശ്നത്തെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ ഇതുണ്ടാവാണ്ടിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതിലേക്ക് വളരെ മൈന്യൂട്ട് ഡോക്ടർ ഹെഡ്ജ് പോലൊക്കെ ഉള്ളവർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ബ്രൂസ് ലിപ്റ്റനെ പോലുള്ളവർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കോറ് പറഞ്ഞു തരുന്നുള്ളൂ. അത് പറഞ്ഞു തരുന്ന ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട്. ഓക്കെ. സംവാട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു അസുഖത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആ കാരണത്തെ പൊതിയാൻ ശ്രമിക്കുന്നു. പലതവണയാവുന്നു, ശരിയാവുന്നില്ല, അടുത്ത പ്രശ്നം ഉണ്ടാകുന്നു, അടുത്ത ഹെൽത്ത് ഉണ്ടാകും. ഒന്ന് പല രീതിയിൽ പല അസുഖങ്ങൾ വരുന്നു, ഒരു ദിവസം മരിച്ചു പോകും. അപ്പോൾ ഈ ഒരൊറ്റ ഹെൽത്ത് എന്ന് പറയുന്ന ഫാക്ടർ വെച്ചിട്ട് ബാക്കി എന്താണ്? ആയുസും അബണ്ടൻസിൻ്റെയും വേരിയേഷൻസ്. സോളിൻ്റെ എക്സിസ്റ്റൻസിൽ നിൽക്കുന്ന അബണ്ടൻസിനും ആയുസിനെയും വേരിയേഷൻസ് സംഭവിക്കുന്നു. എന്ത്? ഈ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വീക്കായപ്പോൾ. അപ്പോൾ അത് നമ്മൾ ഡിഗൗട്ട് ചെയ്ത് ഒരു ഓർഗനിലുണ്ടായേക്കുന്ന പ്രശ്നം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പുറത്തെ പ്രശ്നം തീർക്കാൻ പോകുന്നത് അകത്തെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാതിരിക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കൊണ്ടല്ലേ. അകത്തെ പ്രശ്നം എന്താണെന്ന് ക്ലിയർ ചെയ്താൽ ഇതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയാൽ അതും തീരും. ദ സെൻസ് ആ റൂട്ട് കോസ് അവസാനിക്കുന്നതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നു. ഒരു മനുഷ്യന് ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലെ ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയത്തുള്ളൂ അല്ലേ? അതിൻ്റെ അർത്ഥം അതിൻ്റെ മുമ്പിലുള്ള, അതിൻ്റെ താഴെയുള്ള ഫ്രീക്വൻസിയും മുകളിലുള്ള ഫ്രീക്വൻസിയും ഇല്ല എന്നല്ലല്ലോ.
ആ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്ന മൃഗങ്ങളില്ലേ? അതിൻ്റെ അർത്ഥം ആ ശബ്ദ തരംഗങ്ങൾ ഇവിടെ ഇല്ല എന്നാണോ? സോ വി ഹാവ് ലിമിറ്റേഷൻസ് അല്ലേ? മനുഷ്യന് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ളൂ. നമ്മൾ നമ്മളെക്കുറിച്ചുള്ള പരിമിതികൾ കൊണ്ട് ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മളെ അറിയാത്തത്. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു സാധനമില്ല. അപ്പോൾ ശ്രീനിവാസൻ പറയുന്ന പോലെ നിങ്ങൾ ദുബായ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ദുബായ് ഇല്ലേ എന്ന് പറയുന്നത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പല ഗോൾസിന് വേണ്ടി, ഇപ്പം ഞാനീ പറഞ്ഞ ഒരു ഹെൽത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക്കലി ഉള്ള ഗോൾ അട്രാക്ട് ചെയ്യാൻ പല കഠിന ശ്രമങ്ങളും പല ടെക്നിക്കുകളും ഉപയോഗിക്കുമ്പോഴും എന്തുകൊണ്ട് വർക്കൗട്ട് ആകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന മാറ്റേണ്ട മാറ്റങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല, നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് എന്തോ ചില ആഗ്രഹിച്ച് കിട്ടും, പക്ഷെ പാറ്റേൺ ഓഫ് ലൈഫ് അനുസരിച്ചിട്ട് വീണ്ടും കയ്യിൽ നിന്ന് പോകും, അല്ലെ അതിൽ ദുഃഖം ഉണ്ടാകും. 2024 ഈ 2024 നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ കൈവെള്ളയിലാണ്. ഇനിയും നിങ്ങൾ ഇത്രയും നാളും ഈ പറയുന്ന പോലെ ഒന്നും ചെയ്യാതെ കുറേ മോട്ടിവേഷൻ മാത്രം കേട്ട് റെഡിയാവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ തീരുമാനമാണ് ഇപ്പോഴും നിങ്ങളെ എവിടെ എത്തിക്കാത്തത്. മനസ്സിലാക്കുക, നിങ്ങളിൽ തിരുത്താനുള്ള റീപ്രോഗ്രാമിംഗ് സംഭവിച്ചേ പറ്റൂ. അത് നിങ്ങളുടെ ജീവിതം നാശമാവുന്നതും നന്നാവുന്നതും നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. അത് പുറത്തെ സിറ്റുവേഷൻസിനകത്തല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. അപ്പോൾ 2024 നിങ്ങളുടെ കൈവെള്ളയിലാക്കാൻ തയ്യാറാണോ? തീരുമാനം എടുക്കുക. താങ്ക് യു.